boss, no, don't do that, please, leave me. I didn't repeat this anymore, boss, please, boss. Do you think that I forgive you, huh? Never. ആരു, നീ ആളെ കൊന്നു. ആരു, ഐ ആം ജസ്റ്റ് ടോക്കിംഗ് ടു യു. നീ ആളെ കൊന്നു എന്ന്. ആ കൊന്നു. എന്താ പറയുക, പ്രശ്നമുണ്ടോ? കുറച്ചൊക്കെ തീശ കൺട്രോൾ ആക്കാരു. ദിസ് ഇസ് ടു മച്ച് ഫോർ യു ആൻഡ് ഓൾസോ നോട്ട് ഗുഡ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കമ്പനി കാര്യങ്ങൾ അത് ഞാൻ അത്രയും സീക്രട്ട് ആയിട്ട് മറച്ച കാര്യങ്ങൾ ഒറ്റ കൊടുത്താൽ ഞാൻ പിന്നെ എന്താ സ്നേഹിക്കണം? സ്നേഹിക്കാൻ എല്ലാവരും ജസ്റ്റ് നത്തിങ്. മോനെ അപ്പു, അയ്യോ അമ്മ, എങ്ങനെ എന്നെ വിളിക്കല്ലേ, പേടിയാവണ പണ്ടാരം. എന്താണ് നിനക്ക്? എനിക്ക് എന്റെ മോനൊന്നും സ്നേഹിക്കാനും പാടില്ലേ? സ്നേഹിച്ചു, പക്ഷെ ഇത് കുറച്ച് കൂടുതലല്ലേ? ഒന്ന് പോടാ. എന്റെ മോനെല്ലാം കഴിച്ചായിരുന്നോ? അതാ ശ്രീ, എന്തേലും പറയാനുണ്ട്, അത് അങ്ങോട്ടേക്ക് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ ഇങ്ങനെ മനുഷ്യനിട്ട് പേടിപ്പിക്കുന്നത്? എടാ, അത് കണ്ട എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്തേലും ഉണ്ടാവും. അല്ലേ ഇങ്ങനെയൊക്കെ വരില്ലാലോ. ഒന്ന് നാട്ടിൽ പോണം. അതായിരുന്നു. പോവാലോ. ആരുവിനെ കൊണ്ടുപോകണം. അതിന് നീ അവനോട് സംസാരിക്കണം. അത്രയുള്ളൂ. എന്ത് അമ്മക്ക് ഞാൻ ഇത്ര നന്നായിട്ട് ജീവിക്കണമെന്നൊരു സൈക്കിളല്ലേ? തീരെയില്ല. അതെനിക്കറിയാലോ. ഞാൻ പറഞ്ഞൊന്നും അമ്മയുടെ പൊന്നോമന പുത്രൻ കേൾക്കാനൊന്നും പോകുന്നില്ല. നീ പറഞ്ഞ കേൾക്കും. മാതാശ്രീ, എന്താണ് ഇത്ര വാശി? എന്നെ കൊണ്ട് തന്നെ പറയിക്ക. ഇത് നീ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അവനതുകൊണ്ടല്ലേ. സമ്മതിക്കില്ലേ? നോ, നെവർ. ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാം. സമ്മതിച്ചില്ലേ എന്നെ പറയരുത്. അച്ഛ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. ഇതൊക്കെ എപ്പാ? ഒന്നും മിണ്ടാതിരിക്കോ? ഞാനിതൊന്നും എങ്ങനെയും പറഞ്ഞു ഒപ്പിച്ചോട്ടെ. എന്തായി, വല്ല പരിപാടി ഉണ്ടോ? ആ ഉണ്ട്. അച്ഛമ്മയാ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. മാതാശ്രീ, യു ഷട്ട് അപ്പ്. പോലോ. അച്ഛൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ല. നമ്മളോട് എല്ലാവരോടും കൂടിയാണ് ചെല്ലാൻ പറഞ്ഞേക്കണേ. ആരും ഞാൻ വന്നില്ല. ഞാൻ നിന്നോട് വന്നിണ്ടോന്ന് ചോദിക്കാൻ നിൽക്കുമായിരുന്നില്ല. നീയും കൂടി ഇപ്രാവശ്യം വന്നെന്ന് പറയാൻ വന്നേ. ഞാൻ വന്നില്ലാന്ന്. നീ ഇല്ലേ ഞങ്ങളും പോവില്ല. പോവണ്ട. അച്ഛൻ ലാസ്റ്റ് ആയിട്ട് ചോദിച്ച കാര്യം, അച്ഛനെനിക്ക് ഹാർട്ടിലൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് അവസാനമായിട്ട് കാണാനായിട്ടാണ് വിളിപ്പിച്ച്. നീ വന്നില്ലേ വേണ്ട, ഞാൻ പോയി കണ്ടോളാം. എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ അച്ഛമ്മേനെ ഒന്ന് അവസാനമായിട്ട് കാണാൻ. അപ്പോ ശരി, ഞാനും വരാം. അമ്മേ, മക്കളോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ?
വെറുതെ അമ്മേനെയൊക്കെ ഒന്ന് കാണാൻ തോന്നി. മോനെ ആരു നീയും ഉണ്ടോ? അച്ഛമ്മക്കിപ്പൊ എങ്ങനെയുണ്ട്? എനിക്കെന്ത് മാതാസ് പോക്ക് കണ്ടിട്ട് അച്ഛമെല്ലാം കുളാക്കുമെന്ന് തോന്നണേ. പിന്നെ നീ നട്ടാക്കുറിക്കാത്ത നോണയല്ലേ അവനോട് പറഞ്ഞു വെച്ചേക്കുന്നത്. അത് കൊള്ളാം. ഇപ്പൊ അങ്ങനെ ആയാ എങ്ങനെയും അവനെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് എനിക്കിപ്പോ അങ്ങനെ തോന്നിയുള്ളൂ പറയാം. അച്ഛമ്മ ആ മോനെ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വായോ, ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ. എന്റെ അപ്പമോനെന്നാട് നിന്നെ അച്ഛമ്മ ചോദിക്കട്ടെ. എന്തായി അച്ഛമ്മേ? നീ എന്ത് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നേ? അത് അത് ചെറുതായിട്ടൊരു ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളത് ഞാൻ പറഞ്ഞു. വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഭഗവതി, നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ല ചെക്ക പറയാനായിട്ട്. നിനക്ക് വല്ല ലിവറോ കിഡ്നിയോ പറയായിരുന്നില്ല. അതൊക്കെ ഭയങ്കര ഹൈ റിസ്ക് ഉള്ള പരിപാടിയല്ലേ, അതുകൊണ്ട് പറയാനേ. പിന്നെ ഇപ്പൊ പറഞ്ഞ സാധനം പിന്നെ ഭയങ്കര റിസ്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കൂടി പോയോ? കുറഞ്ഞെങ്കിലല്ലേ ഉള്ളു. ജന്നലിൻ വഴി വന്ന് വീഴുന്നത് മിന്നലിൻ ഒളി, അതിൽ തെരിഞ്ഞത് അഴക് ദേവതേ അതിശയമുഖമേ. തീപ്പൊരിയഴ ഇരുവിഴികളും തീക്കുച്ചി എന ഇണയൊരസിട കോടിപ്പൂ മലർന്നത് മനമേ. അവളഴകി പാടൊരു മൊഴിയില്ലേ, அளந்து பார்க்க பலவிழில்லை என இருந்து போதும் அவள் எனதில்லை. மறந்து போயேன் மனமே. வெண்மதி வெண்மதி வானம் தான் உன்னுடைய இஷ்டம் என்றால் மிகத்துக்குள்ள ஒரு நஷ்டம். മോളെ സീതേ, അച്ഛമ്മ വഞ്ഞ് ആരു നീ വന്നോ? സീതയെ മനസ്സിലായോ നിനക്ക്? മനസ്സിലായിട്ടുണ്ടാവില്ല അമ്മേ, കൊറേ ആയില്ലേ കണ്ടിട്ട്. നമ്മുടെ അപ്പുറത്തെ വർമ്മയില്ലേ, അവന്റെ മോള. അവിടെ നാളെ ഫ്രീ ആണോ? ഫ്രീ അല്ലാതിരിക്കാൻ ഞാൻ ആ കമ്പനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ. പണ്ടത്തെ പോലെ ഏക്കള്ളാട്ടാ. എന്ത് കോമഡി. അല്ല, നാളെ എന്താ? നാളെ സിദ്ധയുടെ വന്നുണ്ട്. ശരിക്കും? ശരിക്കും. അല്ല, ആരേ സിദ്ധു? അത് അവളെ കെട്ടാൻ പോണ ചിക്കനാണ്. അപ്പോ കല്യാണം ഉറപ്പിച്ചോ? ഇല്ല, അവൻ പുറത്തായിരുന്നു. നാളെ വരും, എന്നിട്ട് ഉറപ്പിക്കാന്ന് വെച്ചിരിക്കുക. അല്ല, ഇതൊക്കെ ഇവനെങ്ങനെ അറിയാം? നിങ്ങളെപ്പോലെ അല്ല ഇവൻ. ഇവളും ഏത് നേരവും ഉണ്ടെങ്കിലും അപ്പൂട്ടിനോട് പറയണം എന്ന് പറഞ്ഞ് നടപ്പാ ഇവള്. അപ്പൊ ഇവളെയാണോ നീ വിളിച്ചോണ്ടിരിക്കാറ്? അതെ, എന്നാ പിന്നെ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാണാലോ. ഞാൻ പറയാം. ആരോടെന്തൊന്നും മിണ്ടാത്തെ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇവൻ എന്താടാ ഇങ്ങനെ? തന്തേന്റെ അല്ലേ മോൻ, അപ്പൊ അങ്ങനെയല്ലേ വരും.
ഡാടാടാ. അപ്പോഴാ എന്തേലും നടക്കൂ. നടക്കും കൂൾ. തുപ്പഞ്ഞ മിണ്ടരുത്, വൃത്തിയുടെ ഐഡിയ കൊണ്ട് വന്നേക്കുവാണ്. ഷോ, എന്ത് പണ്ടാരത്തിനാണ് ഞാൻ ബ്ലൗസ് ഇങ്ങനെയൊക്കെ തയ്പ്പിച്ചത്. കയ്യും കാലും എത്തണില്ല. മീനമ്മ ഒന്ന് വരൂ. മീനമ്മ, ഇതൊന്ന് കെട്ടിത്തരൂ, എന്റെ കൈയൊന്നും എത്തണില്ല. ആരുട്ടാ? വയ്യം. nothing. Situ. First day, you're killing me, girl. You're killing me, girl. 10 out of 10, oh, you're killing me, girl. Mad at your friends, oh, you're killing me, girl. You're killing me, girl. You're killing me, girl. You're killing me, girl. Yeah, I know. You're killing me, girl. ബേട്ടാ, അവനെന്ത് സീതേ എന്നെ ചേക്കാൻ വന്നേക്കുന്നു. ആരുടെ അവൻ? ഏതവൻ? അവൻ അവനെന്തിനാ എന്നെ കണ്ണൊഴുക്കി പിടിക്കണം? ഞാൻ എന്താണല്ലോ വല്ല കാമു വരാ. ഓ, അതാണ് ആരുമായിട്ട്. ഓ, ചുള്ളനാണല്ലേ. ചുള്ളനല്ല, കുക്കും പറയണ്ടോ? കയ്യിലെടുത്ത് തീരെ ശരിയല്ല. എന്തി? അത് കുറച്ച് വലിയ കഥയാണ്. ഓ, നീ അതൊന്ന് കുറച്ച് ഷോർട്ടാക്കിട്ട് പറയാം. എനിക്ക് സമയമില്ല. തമ്മൂടോ. അവിടെ എന്താ പരിപാടി? ഞാൻ അവിടെ ഡോക്ടറാണ്. നല്ലത്. ചക്ക, നീ നാളെ തന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് വായു. ഈ കല്യാണം നമുക്ക് എത്രയും വേഗം നടത്തിയേക്കാം. ഇനിയും വെച്ച് നീട്ടണ്ട. അച്ഛമ്മ പറയാം. ഏട്ടാ, എന്താ ഇവിടെ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. ഏട്ടൻ റൂമിൽ പോ, നമുക്ക് നാളെ സംസാരിക്കാം. ഇല്ല, എനിക്കിപ്പോ സംസാരിക്കണം. ഏട്ടാ, എനിക്കിപ്പോ സംസാരിക്കണമെന്ന്. ആരോ നീട്ട് വന്നേ. മോള് കിടന്നോ? ബോധമില്ലാതെ എന്തേലും? ബോധമില്ലാതല്ല, നല്ല ബോധമുണ്ട്. എന്നിട്ടാണോ നീ നിന്ന് കിടന്ന് ആടണേ? നീ വന്നേ ആരു? മോളിൽ കിടന്നോ? ആരു, നീ എന്തൊക്കെയാ ചെയ്യണേ? എനിക്ക് അവളെ ഇഷ്ടം. ആരു, അവളുടെ കല്യാണം? I like her.
അപ്പോ ഇത് പ്രശ്നാവോ? അവൻ എവിടെ വരെ പോകുന്നു നോക്കാം. എനിക്ക് സിദ്ധുവിന്റെ കാര്യം ഓർത്ത് നല്ല പേടിയുണ്ട്. ഇവൻ എന്തേലും ചെയ്യോ? ഇല്ല, ഒന്ന് പ്രതീക്ഷിക്കാം. അവൻ ആഗ്രഹിച്ചത് എന്നെ വിട്ടുകൊടുത്ത ശീലമില്ലല്ലോ. നോക്കാം നോക്കാം. ആരോ മോനെ, നീ വന്നില്ലേ? എന്തിന്? കല്യാണ സാരി എടുക്കാൻ. എനിക്ക് കൊടുക്കാനല്ലല്ലോ, നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. അമ്മ, ഞാൻ ആ തെണ്ടിയുടെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്തോട്ടെ? ഒരെണ്ണം മതി. കൺട്രോൾ സമയായിട്ടില്ല. ഏട്ടാ, അവൻ ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് ഞങ്ങൾ പട്ടി വിളിക്കണ പോലെ വിളിച്ചപ്പോ അവൻ വരാൻ പറ്റില്ല. അവള് വിളിച്ചപ്പോ ഇവനെ സമയായിട്ടില്ല. മോളെ, ഒന്നും ഇഷ്ടായില്ലേ നിനക്ക്? അല്ല ചമ്മ, ഈ പിങ്കും കൊള്ളാം, റെഡും കൊള്ളാം. ഇതിലേതെടുക്കണമെന്നൊരു സംശയം. നീ ആ റെഡ് എടുക്കും. പോടാ, മോള് പിങ്ക് എടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി മാച്ച്. അതെ, പിങ്ക് എടുക്ക. നീ ആ പിങ്ക് എടുക്കും മോളെ. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റക്കിട്ട് ഞാൻ പുറത്ത് അല്ലേ? എനിക്ക് ആരുണ്ട്? പറയണം. ആ വൈറ്റാണ് നല്ലത്. അവനെന്താണോ വൈറ്റ് ഇഷ്ടപ്പെട്ടെ? അവന് ബ്ലാക്ക് അല്ലേ ഇഷ്ടം? അല്ലേ അമ്മ? ബ്ലാക്ക് നീ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടോടോ? അപ്പൊ അവിടെ ഇരിക്കണത് തർക്കുത്രം പറയണം. നിങ്ങളുടെ അടുത്തുണ്ട്. അതോടാ ഇപ്പൊ പറഞ്ഞതായ പ്രശ്നം. ഇനി അധികം ദിവസമില്ല കല്യാണത്തിന്. വിളിക്കാൻ ആരും ഇല്ലാലോ ഇനി? ഇല്ലമ്മ, എല്ലാരും ആയിട്ടുണ്ട്. ഏട്ടാ, എന്താ? എനിക്ക് പോണം. എവിടെ പോവാ നീ? എന്തിനാ എന്റെ അടുത്ത് ഓടി വിളിക്കണേ? എന്നെ ഇഷ്ടപ്പെട്ടു പോകുന്നു വിചാരിച്ചിട്ടാണോ? അതൊരിക്കലും നടക്കില്ല. എനിക്ക് സിദ്ധുവേട്ടനാണ്, അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല, സ്നേഹിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാ. എനിക്ക് നീ എന്റെ. ഏട്ടാ, നീ പേടിക്കണ്ട. നിന്നെ എന്റെ സ്വന്തമാക്കുന്നത് വരെ എന്റെ ഒരു ചെറുവിരൽ പോലും നിന്നെ സ്പർശിക്കില്ല. എന്റെ ശ്വാസം പോലും അതിനെ സമ്മതിക്കില്ല. എങ്കിൽ ഞാൻ തന്നെ സ്വന്തമാകുന്നത് താൻ ചിന്തിക്കേ വേണ്ട. നാളെന്റെ കല്യാണം, അത് സിദ്ധുവേട്ടനായിട്ട്. കാണാം ആരെ കല്യാണം കഴിക്കുന്നു. കാണാം. ഇങ്ങനെയൊക്കെ നടക്കുന്നേ? മോളെ, എന്തെങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മ, ഇന്നലെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു. സിദ്ധുവേട്ടനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നീ പേടിക്കാതിരിക്കെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹാപ്പി മാരീഡ് ലൈഫ്. സീതേ, സിദ്ധുവിനെ എവിടെയൊന്നും കാണാനില്ല. എവിടെ? എന്റെ സിദ്ധുവേട്ടൻ എവിടെ? താൻ എന്താ ചെയ്ത്? പറ. ഞാനൊന്നും ചെയ്തിട്ടില്ല. താൻ എന്തെങ്കിലും ചെയ്തിട്ട് പറ പ്ലീസ്. സമയം വൈകിക്കൊണ്ടിരിക്കുക. ആരോ പോയി റെഡി ആയിട്ട് വാ. നീ എന്തു നോക്കി നിൽക്കുക? പോയി റെഡി ആയിട്ട് വരാൻ. അപ്പോ നീയും കൂടി ചെല്ല് അവൻ്റെ ഒപ്പം. സീതേ, അച്ഛമ്മ, സിദ്ധുവേട്ടൻ
അവനൊന്നും പറ്റിയിട്ടില്ല മോളെ. അവൻ വിളിച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുള്ളാന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവനെ കുറച്ച് ദൂരത്തോട്ട് അവൻ മാറിയതാണ്. ബട്ട് അവിടെ എത്തിയപ്പോഴേക്ക് സിഗ്നൽ കിട്ടുള്ളാന്ന് അവന്. ചിക്കനെ ഞാൻ കൊല്ലും. അതൊക്കെ അവനിനി തിരിച്ചു വന്നിട്ട് നീ ഇപ്പൊ ചെന്ന് റെഡിയാവും. കെട്ടണ്ടല്ലേ നിന്റെ ഏട്ടനും. ഇതൊക്കെ തെറ്റല്ല അച്ഛമ്മ. തെൻ അവനോട് എല്ലാം പോയി പറഞ്ഞിട്ട് ചെന്ന് കെട്ട്. അത് വേണ്ട. ഇനി റെഡിയാവും, ടൈം പോണം. നീ എന്ത് ഇവിടെ നിൽക്കുന്ന? ചെല്ലുന്നില്ലേ എന്റെ ഏട്ടൻ്റെ അടുത്തേക്ക്? ഓടെ ദുഷ്ട, ഇപ്പൊ തന്നെ എന്നെ നിനക്ക് അങ്ങോട്ടേക്ക് വിട്ടിട്ട് എന്തിനാ? നാളെ എല്ലാം പോലും കിട്ടുമോന്ന് പോലും അറിയാതെയാണ് മനുഷ്യനോട് നിൽക്കുന്നത്. കിട്ടും. എന്റെ ഏട്ടനായോണ്ട് പറയുമെന്ന് നീ വിചാരിക്കരുത്. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല അതിന്. അതെ, നീ അല്ലാലോ അത്. നീ സത്യത്തിൽ ആർട്ടൊപ്പമാണ് നിൽക്കുന്നത്? ഡിപ്പെൻസ്. വഞ്ചകി. അത് നിന്റെ മറ്റോളും. എനിക്കില്ലാന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇത്ര ധൈര്യത്തിൽ വിളിക്കുന്നത്? ഏയ്, നീ തെറ്റിദ്ധരിച്ചതാ. മോളെ, ഇവിടെ തന്നെ നിൽക്കുവാണോ നീ? അഥവാ ഞാൻ ഇല്ല ഇവിടെ. ഐഷ്, ഇങ്ങനെയൊക്കെ പേടിച്ചാൽ എങ്ങനെയായിരുന്നു ബാക്കി? എന്ത് ബാക്കി? ഐഷ്, എന്തും അറിയാത്ത പോലെ. ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? മൈ സ്വീറ്റ് വൈഫ്. താനല്ല പറഞ്ഞേ തന്റെ ശ്വാസം പോലും എന്റെ മേൽ സ്പർശിക്കില്ല എന്നൊക്കെ? അതെ, അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നോ? നിന്നെ എന്റെ സ്വന്തം ആക്കണ വരെയല്ലേ തൊടില്ലാന്ന് പറഞ്ഞേ. എന്റെ അടുത്തോട്ട് വരരുത്. ഞാൻ വരും. വരരുതെന്ന്. ഐഷ്, ഞാൻ അടുത്തോട്ട് വരാതെ എങ്ങനെ? എന്നെ തൊട്ടരുത്. ഞാൻ തൊടും. ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദ കാണുന്നത്. ഇനി നീ അതിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഏട്ടാ, तेरी रे रे नो रे नो
എണീറ്റോ? ആദ്യമേ സഹകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വേദന വരില്ലായിരുന്നല്ലോ. വേദന ഉണ്ടോ നിനക്ക്? You touch me without my permission. You're my wife. So what? I hate you. എന്നോട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാണ്. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. സോ ആ കൈ കിടന്ന റിങ് അങ്ങോട്ട് വിൽക്കണം. നീക്ക് ഞാൻ പുതിയത് വാങ്ങിത്തരാം. എന്റെ പേരുള്ളത്. റെസ്റ്റ് എടുക്ക. ഞാൻ പോയിട്ട് നേരത്തെ വരെ കുറച്ച് പണിയുണ്ട് രാത്രി. ആരിത്? നിന്റെ കുഞ്ഞമ്മായി. എങ്ങനെയുണ്ടായിരുന്നു? ആ, നീ എന്തിനാടി അവനോടുള്ള ദേഷ്യമൊക്കെ എന്റെ നെഞ്ചത്ത് തീർക്കണം? ഞാൻ വിളിച്ചെന്റെ വന്നേർക്കുമ്പോൾ ഓർക്കിട്ടിരിക്കാൻ. ആ അതെ. മാതാശ്രീ. ആ നിന്റെ മാതാശ്രീ തന്നെയാണ്. നീ എല്ലായിടത്തും ഇഷ്ടാ പറഞ്ഞു. എന്റെ ചേട്ടന് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലാന്ന്. എന്നിട്ട് നീയല്ലേ അവനെ സപ്പോർട്ടാക്കിട്ട് പോയെ? നീ മിണ്ടാതിരിക്കടാ. അവൻ ഉപദ്രവിച്ചോ നിന്നെ? ഉപദ്രവിച്ചില്ല, സ്നേഹിച്ച്. പക്ഷേ അത്ര രസകരമായിരുന്നില്ല ആ സ്നേഹം. ആ നീ ഇവിടെ ഇരിക്കും. ഞാൻ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാം. ആ അച്ഛനൊക്കെ എന്താ അമ്മ? ഏട്ടനും ആരും ഒരുമിച്ച് ഓഫീസിൽ പോയി. അപ്പൊ ഇവനെന്താ പോവാത്തെ? ഇവനൊരു പണിയില്ലേ? ഇല്ല, ഇവൻ വേറൊരു കടമാണ്. പാവം ഏട്ടനും ആരും കൂടിയാണ് ആ കമ്പനി കൊണ്ടുപോണേ. ഇവനൊരു ഗുണവും മണവും ഇല്ലാത്തൊരു സാധനം. ഞാനൊരു ദിവസം വെറുതെയിരിക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്ക് സഹിക്കലാലേ? എന്താ ഇത് സ്ഥിരാക്കി കൂടെ? ഇത് കുറിച്ചില്ല. കണ്ണ് ചാടി പുറത്തു വരും. ഇങ്ങനെ നോക്കിയ എന്ത് രസം പെണ്ണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. എങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നോക്കിയിരിക്കേ. എനിക്ക് ടൈമില്ല. എന്തൊക്കെയായാലും ഈ നാക്കിന്റെ നീളത്തിന് കുറവില്ലല്ലോ നിന്റെ. ഇല്ല, സംശയമുണ്ടോ? ചെറുതായിട്ട്. അതിനെന്തിനാണ് തൊട്ട് പോണത്? എന്തേ? ഓഹോ, അപ്പൊ ഇതൊക്കെയുണ്ട്. പിന്നെ അങ്ങനെ സ്വഭാവം ഇങ്ങനെ ആവാതിരിക്കണേ. എന്താ? കേട്ടില്ല. കേൾക്കണമെന്നില്ല. അമ്മോ, എനിക്കൊരു പാട്ട് പാടിത്തരും. തനിക്ക് പാടത്തന്നെയല്ല നല്ലത്. ഞാൻ വല്ല ചെറുതാനും പാടിക്കൊടുക്കാത്ത. അപ്പോ നിന്റെ ചെറുത്തൻ സിദ്ധുരായിരിക്കും. ആ അതെ. ഇനി മേലാ നീ അവന്റെ പേരോ അവനെ പറ്റിയോ ആലോചിച്ചപ്പോ എന്താ? എല്ലാ ദിവസവും രാത്രി നടക്കണതല്ലേ നടക്കത്തുള്ളൂ. തൻ്റെ അടുത്ത് ഇതിൽ കൂടുതൽ ഞാൻ എന്തനുഭവിക്കാനായി? നീ അമ്മോ, ഏട്ടാ, ഞാൻ അത്ര മോശമാണോ അമ്മ? ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഇച്ചിരി. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല.
എന്ത് സംസാരിക്കാൻ തന്നെ എന്താ പോലെ കാറിലാണോ പറ്റിട്ട് ഏത് നേരവും പോയിട്ട് കുടിക്കാനായിട്ട്? ഞാൻ അത്രക്ക് മോശമാണോ എന്ന് അതൊക്കെ നാളെ. എനിക്കിപ്പോ സംസാരിക്കണം. ഞാൻ നിന്റെ സീക്രട്ടിനൊന്നും ചെയ്തിട്ടില്ല. നീ അതാണ് എന്നോട് ദേഷ്യം കാണിക്കണമെങ്കിൽ ഞാനെല്ലാം എന്നെ തൊട്ട് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം. എന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ഞാനെല്ലാം അമ്മോ പ്ലീസ്. അതാണ് എന്നോട് ദേഷ്യമെങ്കിൽ ഞാനല്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ. നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാനില്ല. I love you. സോറി, നിന്നോട് ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. എന്നോട് ചെയ്ത എല്ലാത്തിനും സോറി. ഇറ്റ്സ് ഓക്കെ. അതല്ല, അതെ, കുറച്ചൊക്കെ കുടിക്കണം, ഇല്ലെങ്കിൽ തലയൊക്കെ വേദന ഉണ്ടാവും. തൽക്കാലം പോയി ചായ കുടിക്കും. എന്നെ കൊല്ലാൻ വല്ലതും വിഷവും കളിക്ക് കൊണ്ടുവന്നേണോ? ആണെന്ന് തോന്നുവാണെങ്കിൽ കുടിക്കണ്ട. ഇല്ലാത്ത ഇന്നലെ എന്തുണ്ടായ? ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ അതൊക്കെ കള്ളായിരിക്കും. എന്ത്? ഒന്നുമില്ല. പൊന്നു പിള്ളേരെ, നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നൂടെ? കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കണേ രണ്ടും കൂടി കിടന്ന്. ഞാനല്ലമ്മ, ഇവനാണ്. ഞാനല്ല അവളാണ്. ആരായാലും അടങ്ങിയിരിക്കും. അല്ല, നിന്നോട് അടങ്ങിയിരിക്കാനാ പറയണേ. എന്നോടല്ല, നിന്നോടാ. തേങ്ങാത്തലേ. തേങ്ങാത്തലേ നിന്നെ കെട്ടിയോ? കിട്ടണേ പറ. നിന്നെ ഞാനിന്ന് നിക്കടാ. എൻ്റെ ദൈവമേ, ഒരെണ്ണത്തിനെങ്കിലും കുറച്ച് ബുദ്ധി കൊടുത്തുകൂടായിരുന്നു. എന്തിന് രണ്ടിനും ഒരേ ബുദ്ധി കൊടുത്ത്? ഒന്നൂടെ മഞ്ചു കൂടിയിട്ടുണ്ടല്ലോ ഒരു പെണ്ണേ. ഒന്ന് പോയിട്ടാ. ഇതുങ്ങളെ കൊണ്ട് നന്നാവൂല രണ്ടും. എപ്പോ ആരോ? നീ എന്തിനാണ് ഇപ്പൊ നിന്നെ തല്ലണേ? അപ്പടാ എങ്ങനെ പറ്റിയോ? ഇവൻ ആരാ നിനക്ക്? എന്നെ കേട്ടിട്ട് എന്റെ അനിയനായിട്ട് നാളുള്ളേടി നിനക്ക്. വേണ്ട, നിനക്ക് എന്നെ വേണ്ടായിരുന്നെങ്കിൽ ഇവനെ കെട്ടായിരുന്നില്ലേ? എന്തിനീ എന്നെ കെട്ടിട്ട് എന്റെ കൂടെ കിടന്ന് ഇവനെ നീ സ്നേഹി. ഹലോ, നിനക്ക് എന്തും പറയാം, പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി.
ഞാൻ അവളെന്റെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നീ പറയണ പോലെ ഒരു സെൻസിൽ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അവൾ എന്നെയും നീ കെട്ടാനാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോ എന്നെ കെട്ടായിരുന്നു നീ ചോദിക്കാനൊന്നുമില്ലല്ലോ. നീ കുഞ്ഞിലെ മുതൽ സ്നേഹിച്ച പെണ്ണാണ് അവള്. എന്നെ കെട്ടാനാ? ശരിക്കും അവളുടെ ലവറൊന്നും അല്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമാണ് അവൻ. ആൻഡ് അവന്റെ സ്വന്തം പെങ്ങളാണ് അവള്. അവൾക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അതറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ ഒപ്പിച്ച പ്ലാനാണ് ഇതൊക്കെ. എങ്ങനെയും നിന്നെ കെട്ടിക്കാൻ പറ്റും. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അത് നീ അവളുടെ അടുത്ത് നിന്ന് പിടിച്ച് വാങ്ങണ പോലെ അവൾക്ക് തോന്നി. അതുകൊണ്ട് സിദ്ധുവിന്റെ അവളുടെ കല്യാണമൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ആക്കാൻ നോക്കി. ബട്ട് നീ അവളെ ഭീഷണിപ്പെടുത്തി നീയെ കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ നെക്സ്റ്റ് ഡേ കറക്റ്റ് ആയിട്ട് അവനെ കാണാണ്ട് പോയി. അപ്പോൾ അവൾ വിചാരിച്ചു നീ എന്തോ ചെയ്തു. അതാണ് അവൾ അപ്പൊ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. ബട്ട് അവൻ വിളിച്ച് പറഞ്ഞു സേഫ് ആണെന്ന്. അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമായാലും നീ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവളെ നീ ഒന്ന് സ്നേഹിക്കും. ഇതിനിപ്പോ എന്തിനാ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാ? ഇല്ല, നേരത്തെ പറയാതിരുന്നതിന്. അല്ലേലും എനിക്കിത് വേണം. പോട്ടെ, സാരല്ല. നിന്റെ കയ്യിലിരിപ്പിന്റെ അല്ലേ, സഹിച്ചു. ഇത് ദുഷ്ടിയാണ് അമ്മ. അമ്മയാണ് പോലും അമ്മ. നിനക്ക് വല്ലതും തിന്നാൻ വേണം? വേണമെങ്കിൽ വാ. ഓതേ കഞ്ഞി. അമ്മോ വീടന്നെ സ്നേഹിക്കാൻ വരണ്ട. അമ്മൂച്ചേ എന്താ? സോറി. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെച്ച്. സോറി. എന്തിനാ ഇത്രയും നാടകം കളിച്ച്? എങ്ങാൻ ഞാൻ സിദ്ധുവിന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? നീ ഇത് കൊല്ലില്ലായിരുന്നു? ഉറപ്പായിട്ടും. അല്ല, തന്നോട് ഇതൊക്കെ പാര പറഞ്ഞു? താനോ? അതെ. എന്തേ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്. ഉണ്ടേ? എന്താ? സോറി. ഐ ലവ് യു. തിരിച്ചു പറയാടി. നോ. ഇവള് ഏട്ടാ